പത്തനംതിട്ടയിൽ CPM-ൽ ചേർന്നവരിൽ റൌഡിയും ഇന്ന് CPM-ൽ ചേർന്നവരിൽ പോലീസിന്റെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ട ആളുമുണ്ട്. വെട്ടൂർ റേഡിയോ ജംഗ്ഷൻ സ്വദേശി സിദ്ദിഖ് മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ട ആളാണ്. സിദ്ദിഖിനെ കൂടാതെ വിവിധ കേസുകളിൽ പ്രതികളായ മാജിക് കണ്ണൻ, അരുൺ എന്നിവരും CPM-ൽ ചേർന്നവരിൽ ഉൾപ്പെടും. CK അബിലാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. അബിലാൽ, ഇപ്പോൾ വെട്ടും തിരുത്തുമൊന്നും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും പാർട്ടിയിൽ അംഗത്വം എടുക്കാവുന്ന അവസ്ഥയിലാണോ കാര്യങ്ങൾ? ഇതിപ്പോൾ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് എന്നറിഞ്ഞപ്പോൾ ഇവരെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് നീക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനം നാളെ തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇതര പാർട്ടികളിൽ പ്രവർത്തിച്ചു വന്ന യുവാക്കളെ പാർട്ടിയുടെ ഭാഗമാക്കാനുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത്. ഇന്ന് പത്തനംതിട്ട കോപ്പറേറ്റീവ് കോളേജിൽ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന 50ഓളം ചെറുപ്പക്കാരെ പാർട്ടിയുടെ ഭാഗമാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ അവരെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തത്. ഇതിൽ പ്രധാനപ്പെട്ട ആൾ എന്നുള്ളത് ഒരാൾ പോലീസിന്റെ റൌഡി പട്ടികയിലുള്ളതാണ്. പത്തനംതിട്ട മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിലെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട വെട്ടൂർ റേഡിയോ ജംഗ്ഷൻ ചെമ്പകപുരയിടം വീട്ടിൽ സിദ്ദിഖ് എന്ന 33-കാരനാണ് ഇതിൽ പ്രധാനി. ഒപ്പം തന്നെ മറ്റ് 2 പേർ കൂടി വിവിധ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ പ്രമാടം മല്ലശ്ശേരി സ്വദേശി അരുൺ, അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വധശ്രമ കേസിൽ ജയിലിൽ കഴിഞ്ഞ് ജാമ്യം നേടി പുറത്തു വന്നത്. ഒപ്പം തന്നെ മാജിക് കണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കണ്ണൻ വിവിധ കേസുകളിൽ പ്രതിയായി. പത്തനംതിട്ടയിൽ 50ഓളം പേർ ഇന്ന് പാർട്ടിയിൽ ചേർന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിൽ പലരും റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് എന്നുള്ളതാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരൊക്കെയാണ് ഇന്ന് പാർട്ടിയിൽ അംഗത്വം എടുത്തത് എന്നാണ് CK അബിലാൽ നൽകുന്ന വിവരം.